രാജ്യദ്രോഹ കേസിൽ മലയാളി PFI ഭീകരവാദികൾക്കെതിരെ കുറ്റം ചുമത്തി ഡൽഹി പട്യാല ഹൗസ് കോടതി. PFI മുൻ ചെയർമാൻ അബൂബക്കർ ഉൾപ്പെടെയുള്ള 20 ഭീകരർക്കെതിരെയാണ് UAPA പ്രകാരം കുറ്റം ചുമത്തിയത്. 2022-ൽ PFI നിരോധനത്തിന് മുന്നോടിയായി നടന്ന റെയ്ഡിൽ സംഘടനയുടെ മുതിർന്ന നേതാക്കളെയെല്ലാം പിടികൂടിയിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തിയ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ ഉന്നത നേതാക്കളുടെ വിചാരണയിലേക്ക് രാജ്യം കടക്കുന്നു. PFIയുടെ സ്ഥാപക നേതാവും മുൻ ചെയർമാനുമായ അബൂബക്കർ അടക്കം 20ഓളം തീവ്രവാദ കേസ് പ്രതികൾക്കെതിരെ ഡൽഹി പട്യാല കോടതി ഔദ്യോഗികമായി കുറ്റം ചുമത്തി. NIA സമർപ്പിച്ച കുറ്റപത്രത്തിലെ വിചാരണയ്ക്കാണ് ഇതോടെ കോടതി തുടക്കമിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2022 സെപ്റ്റംബറിലാണ് ഭാരതത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീകരവിരുദ്ധ റെയ്ഡുകളിലൊന്നിലൂടെ PFI നേതാക്കളെ NIAയും മറ്റ് സുരക്ഷാ ഏജൻസികളും ചേർന്ന് രാജ്യവ്യാപകമായി പിടികൂടിയത്. രാജ്യത്ത് വലിയ തോതിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിടുവാനും യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുവാനും ഭീകരപ്രവർത്തനങ്ങൾക്കായി ഫണ്ട് ശേഖരിക്കുവാനും PFI ഗൂഢാലോചന നടത്തിയെന്നാണ് NIA വ്യക്തമാക്കുന്നത്. പ്രതികൾക്കെതിരെ ചുമത്തിയ UAPA ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകൾ കോടതി വായിച്ച് കേൾപ്പിച്ചു. എന്നാൽ പ്രതികൾ കുറ്റം നിഷേധിക്കുകയും വിചാരണ നേരിടാൻ തയ്യാറാണെന്ന് അറിയിക്കുകയുമായിരുന്നു. ഇതേ തുടർന്ന് കേസ് വിചാരണാ ഘട്ടത്തിലേക്ക് മാറ്റിയ കോടതി വരും ദിവസങ്ങളിൽ NIAയ്ക്ക് തങ്ങളുടെ പക്കലുള്ള ശക്തമായ തെളിവുകളും സാക്ഷികളെയും ഹാജരാക്കുവാനുള്ള അനുമതി നൽകി. ഈ മാസം 29 മുതൽ കേസിൽ വിചാരണ ആരംഭിക്കും. രാജ്യത്തിൻ്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ശ്രമിച്ച ദേശവിരുദ്ധ ശക്തികൾക്ക് നിയമത്തിന് മുന്നിൽ അർഹമായ ശിക്ഷ വാങ്ങി നൽകാൻ NIAയ്ക്ക് കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് രാജ്യം. ജനം, ഡൽഹി.